ഇതിനകത്ത് സെൽ പൊട്ടൻഷ്യൽ ഓഫ് ഗാൽവാനിക് സെൽ ബൈ യൂസിങ് നെൻസ്റ്റ് ഇക്വേഷൻ എന്ന് പറയും. അതായത് നെൻസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിന്റെ ആപ്ലിക്കേഷൻ വെച്ചുകൊണ്ട് നമുക്ക് സെൽ പൊട്ടൻഷ്യൽ ഗാൽവാനിക് സെല്ലിന്റെ സെൽ പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതിനകത്ത് നമ്മൾ കാഥോഡിനും ആനോഡിനും ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇത് ഉപയോഗിച്ച് നമ്മൾ സെൽ പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്ത് തരും. അപ്പൊ ഇവിടെ ഡാനിയൽ സെല്ല്, അപ്പൊ ഗാൽവാനിക് സെൽ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇതിനകത്ത് ഇപ്പം ഡാനിയൽ സെല്ലിന്റെ ബേസ് ആണ് പറയുന്നത്, ഡാനിയൽ സെല്ലാണ്. അപ്പോഴ് ഇതിനകത്ത് കാഥോഡ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഈ Cu2 പ്ലസ് ബാർ Cu ഈക്വൽ ടു E0 Cu2 പ്ലസ് ബാർ Cu മൈനസ് RT ബൈ 2F. നമ്മൾ N എന്നുള്ളത് ഇതിനകത്ത് ലിങ്ക് ചെയ്യുന്ന കറക്റ്റ് ഇലക്ട്രോൺസിന്റെ എണ്ണം മാത്രം നമ്മളുള്ളത് 2F ln 1 ബൈ Cu2 പ്ലസ്. അപ്പൊ ഇങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്ത് എഴുതാം. നേരത്തെ പറഞ്ഞ നെൻസ്റ്റ് ഇക്വേഷൻ നമുക്ക് കാഥോഡ് കോപ്പറിന്റെ ബേസിലാകുമ്പോൾ ഇങ്ങനെ എഴുതാം. അടുത്തത് ഫോർ ആനോഡ് എന്നുള്ള ബേസ് ആണ് കറക്റ്റ് ഈ Zn2 പ്ലസ് ബാർ Zn ഈക്വൽ ടു E0 Zn2 പ്ലസ് ബാർ Zn മൈനസ് RT ബൈ 2F ln 1 ബൈ Zn2 പ്ലസ് എന്ന് നമുക്ക് എഴുതാം. ഈ രണ്ട് ഇക്വേഷൻ. അടുത്ത നമ്മൾ എഴുതേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽ പൊട്ടൻഷ്യൽ. സെൽ പൊട്ടൻഷ്യൽ അത് നമുക്ക് ജനറൽ ആയിട്ട് എഴുതുമ്പോൾ ഈ സെൽ എന്നുള്ള ആ ഒരു ടേം. അപ്പം ഇതിനകത്ത് കാഥോഡിന്റെ പൊട്ടൻഷ്യൽ മൈനസ് ആനോഡിന്റെ പൊട്ടൻഷ്യൽ. അപ്പോഴ് ഈ Cu2 പ്ലസ് ബാർ Cu മൈനസ് ഈ Zn2 പ്ലസ് ബാർ Zn. അപ്പോഴ് ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇവിടം വരെ വ്യക്തമായി കാണുമല്ലോ. അപ്പൊ ഇതിനകത്ത് നമ്മൾ ആദ്യം കാഥോഡിന്റെ ഇത് എഴുതി, ഇക്വേഷൻ നെൻസ്റ്റ് ഇക്വേഷൻ എഴുതി, ഇവിടെ ആനോഡിന്റെ എഴുതി, പിന്നെ സെൽ പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യാം. സെൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഈ സെൽ ഈക്വൽ ടു ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ് എന്നുള്ളതാണ്. അപ്പൊ ഇത് കണക്ക് എഴുതി. അടുത്തത് നമ്മൾക്ക് ഈ ഒരു ഭാഗം നമ്മളിവിടെ അപ്ലൈ ചെയ്ത്, അതായത് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ അടുത്ത നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റുമായിരിക്കും. ഇതിന് പകരമായിട്ട് ഈ സാധനത്തിന് പകരമായിട്ട് ഈ റൈറ്റ് സൈഡ് നമ്മൾ കൊടുക്കും, ഇതിന് പകരമായിട്ട് അതിന്റെ റൈറ്റ് സൈഡ് നമ്മൾ അപ്ലൈ ചെയ്യും. അപ്പോഴ് ഇതിനകത്ത് നമ്മൾ എഴുതേണ്ടത് ഈ ഭാഗം. അപ്പം E0 Cu2 പ്ലസ് ബാർ Cu മൈനസ് RT ബൈ 2F ln 1 ബൈ Cu2 പ്ലസ്. ഇതാണ് നമ്മൾ കാഥോഡിന്റെ എഴുതിയത്. എന്നിട്ട് മൈനസ് ഓഫ് കൊടുത്തിട്ട് മൈനസ് അടുത്ത ഈ ടേം E0 Zn2 പ്ലസ് ബാർ Zn ഇത് പ്ലസ് ആയിട്ട് മാറും RT ബൈ 2F ln 1 ബൈ Zn2 പ്ലസ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ഇക്വേഷന്റെ ബേസ് ആയിട്ട് പറഞ്ഞത്. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ ബാക്കി ഭാഗം. ഇതിന്റെ ബാക്കി ഭാഗത്തിൽ നമ്മൾ എഴുതാനായിട്ട് ഇതിന്റെ ടേമുകൾ നമ്മൾ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരും. അപ്പോൾ ഇതിനകത്ത് ലെഫ്റ്റ് സൈഡ് ഇത് തന്നെയാണ് ഈ സെൽ എന്നുള്ളത്. അപ്പൊ ഇവിടെ എഴുതാം ഈ സെൽ ഈക്വൽ ടു E0 Cu2 പ്ലസ് ബാർ Cu മൈനസ് E0 Zn2 പ്ലസ് ബാർ Zn. ഇങ്ങനെ എഴുതി മൈനസ് RT ബൈ 2F. നമ്മൾ അതിനകത്ത് കോമൺ എടുക്കുന്ന സംഭവം അതാണ് RT ബൈ 2F.
എന്നെടുത്തിട്ട് ഇതിനകത്തുനിന്ന് ഈ രണ്ട് ടേമുകളാണ് ഇതും ഇതും. അതിനകത്ത് RT/2F മൈനസ് RT/2F ആണ് കോമൺ എടുത്തത്. അതിനകത്ത് ln 1/Cu2 പ്ലസ് മൈനസ് ln 1/Zn2 പ്ലസ് ഇങ്ങനെ എഴുതി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ എഴുതിയ ടേം നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു, സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് കാഥോഡ് മൈനസ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ആനോഡ് എന്ന് പറയുന്നതാണ് സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ. അത് കൊണ്ട് നമുക്ക് അതിനെ E0 സെൽ എന്ന് ചുരുക്കി എഴുതാം. E0 സെൽ. അതേപോലെ ഇവിടെ നമ്മൾ ലോഗിന്റെ ആപ്ലിക്കേഷൻ ആണ് എഴുതേണ്ടത്. അതിനകത്ത് RT/2F അതാണ് എഴുതി. RT/2F ടെസ്റ്റിൽ അത് ചുരുക്കിയാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കാൻ വേണമെങ്കിൽ നമുക്ക് ഒരു ഒറ്റ സ്റ്റെപ്പ് കൂടെ അധികം എഴുതാം. RT/2F കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനകത്ത് എഴുതുമ്പോൾ നമ്മൾ ലോഗ് 1/x, അതായത് ലോഗ് 1/x എന്ന് പറയുന്നത് മൈനസ് ലോഗ് x ആണ്. ഇവിടെ അത് മാത്സിന്റെ ആപ്ലിക്കേഷൻ ആണ്, ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നായി. ലോഗ് 1/x എന്ന് പറഞ്ഞാൽ മൈനസ് ലോഗ് x. അപ്പൊ ഇത് ആൾറെഡി മൈനസ് ആവും. ഇവിടെ ആൾറെഡി ഒരു മൈനസ് ഉണ്ട്. അപ്പൊ ഇത് മൈനസ് ഇൻറ്റു മൈനസ് എന്ന് പറയുമ്പോൾ പ്ലസ് ആവും. അപ്പൊ അത് തിരിച്ചാവും. ln Zn2 പ്ലസ് മൈനസ് ln Cu2 പ്ലസ് എന്നാവും ഈ ഒരു സംഭവം. ആ ഒരു സ്റ്റെപ്പ് ടെസ്റ്റിൽ പറഞ്ഞിട്ടില്ല, നിങ്ങളൊന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. അത് കഴിഞ്ഞിട്ട് അതിന്റെ ബാക്കി ഭാഗം നമ്മൾ E0 സെൽ അതേ കണക്ക് എഴുതി. E0 സെൽ മൈനസ് RT/2F ln അടുത്ത ലോഗിന്റെ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ, അത് നമുക്ക് ഒറ്റ സ്റ്റെപ്പ്. ലോഗ് A മൈനസ് ലോഗ് B ഈക്വൽ ടു ലോഗ് A/B എന്നാണ് എഴുതുന്നത്. അപ്പോൾ അതിനകത്ത് ln Zn2 പ്ലസ് ഡിവൈഡഡ് ബൈ Cu2 പ്ലസ് എന്ന് നമുക്ക് എഴുതാം. അപ്പം ഇവിടെ ഈ സെൽ അതേ കണക്ക് എഴുതി കൊടുത്താൽ, അപ്പം ഈ ഒരു ഇക്വേഷന്റെ ബേസ് ആണ് നമ്മൾ ഇതിനകത്ത് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇത് ഈ സെൽ ഈക്വൽ ടു E0 സെൽ മൈനസ് RT/2F ln Zn2 പ്ലസ് ബൈ Cu2 പ്ലസ്. ഇവിടെ ഈ ലോഗിന്റെ വാല്യൂന്റെ, അതായത് സിങ്കിന്റെയും കോപ്പറിന്റെയും അയോണുകളുടെ കോൺസെൻട്രേഷൻ മാറുന്ന അനുസരിച്ച് എന്റെ ലോഗിന്റെ ആ വാല്യൂല് വേരിയേഷൻ വരും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഒരു ബാക്കിയായിട്ട് ഒരു ചെറിയൊരു സംഭവം കൂടെ കൊടുത്തിട്ടുണ്ട്. അതുകൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. അതായത് നമ്മൾ ബേസ് 10 ആക്കി, നാച്ചുറൽ ലോഗ് എന്നുള്ളത് ബേസ് 10 ആക്കി എഴുതും. അപ്പൊ അതിനകത്ത് ഉള്ള വാല്യൂ കുറച്ച് വേരിയേഷൻ, ആ ഇക്വേഷൻ അങ്ങനെ പരീക്ഷയ്ക്ക് അതിന്റെ കാൽക്കുലേഷനിൽ അത് വരുന്നതാണ്. അപ്പൊ E0 ഈക്വൽ ടു E0 സെൽ അതേ കണക്ക് തന്നെ എഴുതും മൈനസ് നമ്മൾ ആറിന്റെ വാല്യൂ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതേ കണക്ക് തന്നെ 2.303 into 8.314 into അതേ കണക്ക് തന്നെ 298 കെൽവിൻ എന്നുള്ളൊരു വാല്യൂ കൊടുത്തിട്ട് ഇതിന് 2 into 96487 ln എന്നുള്ളത് നമ്മൾ ബേസ് 10. അപ്പൊ ലോഗ് Zn2 പ്ലസ് ബൈ Cu2 പ്ലസ് എന്നാ. അപ്പൊ ഈ രീതിയിൽ നമ്മളത് ചേഞ്ച് ചെയ്ത് എഴുതാൻ നേരത്ത് കറക്റ്റ് ഈ ഒരു വാല്യൂ കൊടുത്തുകൊണ്ടാണ് ഇത് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ആ വാല്യൂ കൊടുത്ത് അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതാൻ ടെസ്റ്റിൽ ഈ ഒരു ഭാഗം പറഞ്ഞിട്ടില്ല, നിങ്ങൾ ഓർത്തിരിക്കുക. അവർ ഡയറക്റ്റ് ഇവിടുന്ന് ഇത് ബേസ് 10 ആക്കി എഴുതുമ്പോൾ ഇങ്ങനെ ആ ഒരു വാല്യൂവിന്റെ വേരിയേഷൻ മാത്രം, അത് പിന്നെ കിട്ടുന്ന വാല്യൂ മാത്രമേ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമ്മൾ എഴുതേണ്ടത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. E0 സെൽ മൈനസ് ഇത് 0.059 എന്ന് കിട്ടും.
ഇതിന്റെ കൂടെ ഒരു ബി എന്ന് പറയുന്ന ടേം ഉണ്ട്, നമ്മൾ സാധാരണ ടെസ്റ്റിൽ കൊടുത്തിരിക്കുന്നില്ല. ഈ 2 പെർമനന്റ് അല്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇക്വേഷനിൽ ഓക്കെ, ബാക്കി നമ്മൾ ഇതിന്റെ എന്നിന്റെ വാല്യൂ, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് മാറുന്നതനുസരിച്ച് വേരിയേഷൻ വരുന്നുണ്ട്. ഈ 2 അത് കണക്ക് ഇട്ടിരിക്കും. ഈ 3 വാല്യൂ മൾട്ടിപ്ലൈ ചെയ്തിട്ട് 96487 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന കിട്ടുന്ന വാല്യൂ ആണ് യഥാർത്ഥത്തിൽ 0.059 ബി എന്ന്. ആ ബി എന്ന് പറയുന്ന ടേം അതിനോടൊപ്പം ഉണ്ടായിരിക്കും. എഴുതുമ്പോൾ ഇങ്ങനെ എഴുതിയാൽ മതി. അത് കഴിഞ്ഞിട്ട് ലോഗ് Zn2 പ്ലസ് ബൈ Cu2 പ്ലസ്. അപ്പൊ ഇങ്ങനെ നമ്മൾ എഴുതും. ഇതാണ് സെൽ പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ ആണ്. ഇത് നമ്മൾ കാൽക്കുലേഷനിലൊക്കെ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാറുണ്ട്. ഇതും നമ്മൾ പറയാറുണ്ടെങ്കിൽ അതിനെക്കാട്ടി കൂടുതലായിട്ട് അതിന്റെ ആപ്ലിക്കേഷൻ ലെവലിൽ ഇതാണ് പറയുന്നത്. അപ്പൊ ഈ സെൽ ഈക്വൽ ടു E0 സെൽ മൈനസ് 0.059 ബി ബൈ 2 ലോഗ് Zn2 പ്ലസ് ബൈ Cu2 പ്ലസ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ആ ഡെറിവേഷന്റെ ബേസ് ആയിട്ട് പറയുന്നത്. അപ്പൊ അത്രയും എഴുതാൻ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, അടുത്തത് പഠിക്കാനുള്ളത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫ്രം നെൻസ്റ്റ് ഇക്വേഷൻ. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് നിങ്ങൾ ഓർത്തിരിക്കുക, Kc ആണ് നമ്മൾ സാധാരണയായിട്ട് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്ന വാല്യൂ. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇക്വിലിബ്രിയം പഠിച്ചതാണ്. അതിനകത്ത് പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ബൈ റിയാക്ടിന്റെ കോൺസെൻട്രേഷൻ എന്നുള്ള വാല്യൂ വെച്ചുകൊണ്ടാണ് Kcയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നത്, അന്ന് പഠിച്ചതാണ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമ്മൾ റിഡോക്സ് റിയാക്ഷൻ, ഡാനിയൽ സെല്ലിന്റെ റിഡോക്സ് റിയാക്ഷൻ ആയിട്ട് പറയുന്നത് Zn പ്ലസ് Cu2 പ്ലസ് ഗീവ്സ് Zn2 പ്ലസ് പ്ലസ് Cu. ഓക്കെ, ഇതിൽ ഈ 2 അയോണുകൾ അക്വസ്, മറ്റേത് രണ്ടും സോളിഡ് ആണ്. ഓക്കെ, ഇതിനകത്ത് നമ്മള് ഒരു റിയാക്ഷന്റെ എക്സ്പ്ലനേഷൻ പറയാൻ നേരത്ത് വോൾട്ട് മീറ്ററുമായിട്ട് നേരത്തെ കണക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. വോൾട്ട് മീറ്റർ gives 0 reading when equilibrium is attained. ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുമ്പോഴാണ് വോൾട്ട് മീറ്റർ 0 റീഡിങ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന്റെ ഇക്വേഷൻ എഴുതാൻ നേരത്ത് E സെൽ ഈക്വൽ ടു 0. അപ്പം ഈ സെല്ല് 0 ആവും. ആ സമയത്താണ്, ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ സെൽ എന്ന് പറയുന്നത് 0 വരും. ആ 0 വാല്യൂ ഇതിനകത്ത്, അപ്പം നമ്മൾ അത് കൊടുത്തിട്ട് ഡയറക്റ്റ് എഴുതുന്നു. ഈക്വൽ ടു കൊടുത്തിട്ട് റൈറ്റ് സൈഡിൽ E0 സെൽ മൈനസ് 2.303 RT by 2F log Zn2 plus by Cu2 plus. അപ്പൊ ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഈ ഒരു ബേസ് വെച്ച് എഴുതും. അപ്പൊ വോൾട്ട് മീറ്റർ 0 റീഡിംഗ് ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് അത് എന്തിനെ സൂചിപ്പിക്കുന്നു വെച്ചാൽ ഇക്വിലിബ്രിയത്തിനെ സൂചിപ്പിക്കും. ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്ത് കഴിയാൻ നേരത്താണ് വോൾട്ട് മീറ്റർ 0 റീഡിംഗ് കാണിക്കുന്നത്. അപ്പോൾ ആ കണ്ടീഷനിൽ സെൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0 ആയിരിക്കും എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ നേരത്തെ പറഞ്ഞു നിർത്തിയ ആ ഇക്വേഷന്റെ റൈറ്റ് സൈഡ് ആണ്. അപ്പൊ ഈ ഇക്വേഷൻ ലെഫ്റ്റ് സൈഡ് ഈ സെല്ലിന്റെ വാല്യൂ 0 കിട്ടും. അപ്പോൾ പിന്നെ നമ്മൾ ഈ സെല്ലിന്റെ ടേം എഴുതേണ്ട ആവശ്യമില്ല. പിന്നെ ഈ റൈറ്റ് സൈഡിലുള്ള ടേമിനെ നമുക്ക് മാറ്റി എഴുതാം. അതിനകത്തുനിന്ന് E0 സെൽ ഈക്വൽ ടു മൈനസ് ടേം എന്ന് അപ്പുറം പോകുന്നത് പ്ലസ് ആയിട്ട് 2.303 RT by 2F log Zn2 plus by
Cu2+ എന്നുള്ള രീതിയിലേക്ക് മാറും. ഓക്കെ, അപ്പൊ അതുകൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ ഇത് പറഞ്ഞു. ഇതിനകത്ത് ഇനി അടുത്ത ഒരു സംഭവം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ Kcയുടെ വാല്യൂ നമ്മളിതൊരു ഇക്വിലിബ്രിയം ഇക്വേഷൻ ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ബൈ റിയാക്ടിന്റെ കോൺസെൻട്രേഷൻ ആണ് യഥാർത്ഥ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ Kcയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ ഇവിടെ സോളിഡ്, പ്യുവർ സോളിഡ്, നമ്മൾ ഹെട്രോജീനസ് ഇക്വിലിബ്രിയം എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിനകത്ത് പറഞ്ഞായിരുന്നു ഡിഫറെന്റ് സ്റ്റേറ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അപ്പൊ അതിനകത്ത് സോളിഡോ ലിക്വിഡോ ഒക്കെ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് കൃത്യമായിട്ട് പറഞ്ഞാൽ അതിന്റെ സോളിഡും നമ്മൾ ആ ഒരു കണ്ടീഷൻ വരാൻ നേരത്ത് സോളിഡിന്റെ കോൺസെൻട്രേഷൻ യൂണിറ്റി ആയിട്ട് എടുക്കും. സോളിഡ്സ് ആണ്, നമ്മൾ സോളിഡിന്റെ ഇൻവോൾവ്മെന്റ് മാത്രമല്ല ഇവിടെ പറയുന്നത്, സോളിഡ് യൂണിറ്റി ആയിട്ട് എടുക്കും. അപ്പം ഇതിന്റെ കോൺസെൻട്രേഷൻ 1 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. പിന്നെ അക്വസ് അയോൺസ് മാത്രമേ നമ്മൾക്ക് ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് പ്രോഡക്റ്റിന്റെ സൈഡിൽ Zn2+ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് സിങ്ക് അയോൺസ് എന്ന് പറയാം, Zn2+ Cu2+. ഇതാണ് Kcയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് മാറ്റി എഴുതാം. ഈ ലോഗ് കഴിഞ്ഞിട്ട് ഇതാ ഈ ടേം എന്ന് പറയുന്നത് Kc ആയിട്ട് കൊടുക്കും. അപ്പൊ ഇതിനകത്ത് നമുക്ക് എഴുതാം 2.303 RT/2F log Kc എന്ന് പറയും. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ലോഗ് Kc. ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ E0 സെൽ ഈക്വൽ ടു നമ്മൾ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നേരത്തെ പറഞ്ഞായിരുന്നു 0.059V/2 log Kc ഈക്വൽ ടു 1.1 വോൾട്ട് എന്ന് എഴുതാം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ ഓഫ് ഡാനിയൽ സെൽ എന്ന് പറയുന്നത് 1.1 വോൾട്ട് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഈ സംഭവം നമ്മൾ അപ്പൊ ഇതിന്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് പിന്നെ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ പിന്നെ ഇത് എഴുതി വെക്കേണ്ട ആവശ്യമില്ല. ഇതിനകത്തുനിന്ന് നമുക്കിത് ക്രോസ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ലോഗ് Kc ഈക്വൽ ടു 1.1 വോൾട്ട് ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 0.059 V എന്ന് നമുക്ക് മാറ്റി എഴുതാം. ഓക്കെ, അപ്പോഴിങ്ങനെ നമ്മൾ എഴുതി. അത് കഴിഞ്ഞിട്ട് അതിന്റെ വാല്യൂ ആയിട്ട് ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. 37.288 എന്നാണ് വാല്യൂ ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ചെയ്ത് നോക്കാൻ നേരത്ത് ആ ഒരു വാല്യൂ അതിനകത്തുനിന്ന് കിട്ടും. ഇതിനകത്തുനിന്ന് Kcയുടെ വാല്യൂ കണ്ടുപിടിക്കും. Kc നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യുന്നത് Kc പിടിക്കുന്നത് ആന്റി ലോഗ് ഈ വാല്യൂ ലോഗ് Kc ആണ് ഈ വാല്യൂ കിട്ടുക. നമുക്ക് വേണ്ടത് Kcയുടെ വാല്യൂ ആണ്. അപ്പൊ ആന്റി ലോഗ് 37.288 എന്നുള്ള വാല്യൂ കൊടുക്കാൻ നേരത്ത് അതിനകത്ത് 2 × 10⁻37 എന്ന് കിട്ടും. നമ്മൾ ചെയ്ത് നോക്കിയാൽ മതി. അറ്റ് 290 Kelvin ആ വാല്യൂ ആണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. Kcയുടെ വാല്യൂ ആയിട്ട് നമ്മൾ പറയുന്നത് അതാണ്. ഓക്കെ, അപ്പൊ അതുകൂടെ നിങ്ങളൊന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ജനറൽ പൊതുവായിട്ട് ഒരു ഇക്വേഷന്റെ ഒരു ബേസും കൂടെ അതിനകത്ത് പറയുന്നുണ്ട്. അതായത് Kcയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി 2.303 RT/2F ഓക്കെ, അപ്പൊ അതിനകത്ത് സെൽ പൊട്ടൻഷ്യൽ എന്നുള്ളൊരു ബേസ് ഉണ്ട്. സെൽ പൊട്ടൻഷ്യൽ, അപ്പൊ സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ നേരത്തെ നമ്മൾ പറഞ്ഞ E0 സെൽ ഇവിടുത്തെ ഈ ഒരു ബേസ് ആണ് ഉദ്ദേശിക്കുന്നത്. 2.303 RT/2F എന്നുള്ളത് നമുക്ക് ഡയറക്റ്റ് അത് NF എന്ന് കൊടുത്താൽ മതി. അപ്പൊ ഇതിനകത്തായിട്ട് 2F എഴുതിയതാണ്, NF കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം ലോഗ് Kc
ഇതാണ് ഇത് കോമൺ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആയിട്ട് ഇതിനകത്ത് ടെസ്റ്റിൽ അവസാനം എടുത്ത് പറയാം. നമ്മുടെ കാൽക്കുലേഷൻ ലെവലിന്റെ ഡെറിവേഷൻ അത്രയും വരെ ഉള്ളൂ. ഇൻ ജനറൽ എന്ന് പറഞ്ഞ ടെസ്റ്റിൽ ഇതുകൂടെ ഒരു പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതുകൂടെ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പൊ അത്രയും വരെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതിന്റെ വേറൊരു ആപ്ലിക്കേഷൻ ലെവലിൽ നമ്മൾ ഒരു ഭാഗത്ത് അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ബേസ് 10 ആക്കി എഴുതുമ്പോഴുള്ള വാല്യൂ ആണ്. ഇതാണ് ടെസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. അതിന് പകരമായിട്ട് നമുക്ക് E0 സെൽ എന്ന് പറയുന്നത് 0.059 എന്നുള്ളൊരു ബേസ് അത് നമുക്ക് ഈ വാല്യൂന് കിട്ടുന്നതാണ്. അതല്ലാതെ നമുക്ക് എഴുതാൻ നേരത്ത് RT/NF ln/Kc ഇതുകൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പം RT/NF ln/Kc ഇതിന് പകരമായിട്ട് നമ്മൾ ബേസ് 10ന് പകരമായിട്ട് നാച്ചുറൽ ലോഗ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബേസ് വെച്ച് നമുക്ക് എഴുതാൻ പറ്റും. ഇത് ടെസ്റ്റിൽ ഡയറക്റ്റ് കൊടുത്തിട്ടില്ല, ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഈ ഒരു ഇക്വേഷൻ ആണ് ടെസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. E0 സെൽ ഈക്വൽ ടു 2.303 RT/NF log Kc എന്നുള്ള വാല്യൂ ആണ് പറഞ്ഞിരിക്കുന്നത്. അതല്ലാതെ നമ്മൾ ബേസ് 10 അല്ലാതെ നാച്ചുറൽ ലോഗ് ആണ് എഴുതുന്നതെങ്കിൽ E0 സെൽ ഈക്വൽ ടു RT/NF ln/Kc. അപ്പൊ അങ്ങനെ എഴുതി ആ ഇക്വേഷൻ വെച്ച് വേണമെങ്കിൽ സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ നമുക്ക് മെഷർ ചെയ്യാം എന്നുള്ളൊരു ബേസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ കേസിയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നത് ഈ ഒരു നമ്മൾ ആ ചെയ്ത മെത്തേഡ് വെച്ച് കണ്ടുപിടിക്കുന്നു. അത്രയും വരെ ഉള്ള സംഭവം. ഇത് അതിന്റെ കോമൺ ആയിട്ടുള്ള വെർഷൻ. ഇതല്ലാതെ വേണമെങ്കിൽ നമുക്ക് അത് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം എന്നതാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള വസ്തുത. ഓക്കെ, അപ്പൊ ഇത്രയും വരെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കും. അപ്പൊ അതും കഴിഞ്ഞു ആ ഒരു ഭാഗം. ഓക്കെ, അടുത്തത് ഒരു ചെറിയ ഡെറിവേഷന്റെ ബേസ് കൂടെ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ ഇലക്ട്രോകെമിക്കൽ സെൽ ആൻഡ് ഗിബ്സ് എനർജി ഓഫ് ദി റിയാക്ഷൻ എന്ന് പറയും. അതിനകത്ത് നമ്മൾ ഇക്വേഷൻ ഡയറക്റ്റ് ഒന്ന് പഠിച്ചാൽ മതി. നമ്മൾ റിവേഴ്സിബിൾ വർക്ക് ഡൺ എന്ന് പറഞ്ഞ ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ്. അത് നിങ്ങൾ ഈ ഇക്വേഷൻ ഒന്ന് ഓർത്തിരുന്നത് ΔRg ഈക്വൽ ടു -NF E സെൽ എന്ന് പറയാം. അപ്പം ഇതിനകത്ത് ΔRg എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിബ്സ് എനർജി ഓഫ് ദി റിയാക്ഷൻ, അതാണ് ΔRg എന്ന് പറയാം. അടുത്തെന്ന് പറഞ്ഞാൽ NF, ഈ റൈറ്റ് സൈഡിലുള്ള NF എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് ചാർജ് പാസ്ഡ് എന്നുള്ള ഒരു ബേസ് ആണ് പറയുന്നത്. E സെൽ എന്ന് പറഞ്ഞാൽ സെൽ പൊട്ടൻഷ്യൽ എന്നുള്ള ബേസ് പറയും. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് കൂടാതെ ഇത് എല്ലാ കണ്ടീഷനും ഈ സെൽ എന്ന് പറയുന്ന സംഭവം സെൽ പൊട്ടൻഷ്യലിന്റെ ബേസ് നമ്മൾ പറയുന്നു. ഇത് സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ ഒബേ ചെയ്യുകയാണെങ്കിൽ നോർമലി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെൽ എന്തിന് തുല്യമാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഈ സെൽ ജനറൽ ആയിട്ട് അത് നമ്മൾ പറയാൻ നേരത്ത് ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ് എന്നുള്ള ഒരു ബേസ് തന്നെയാണ്. അപ്പൊ അതിനകത്ത് ഈ സെൽ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്ന എല്ലാ സ്പീഷീസും യൂണിറ്റി ആവുകയാണെങ്കിൽ ഈ സെൽ ബിക്കംസ് E0 സെൽ അങ്ങനെ ആയിട്ട് മാറും. ഈ സെൽ എന്ന് പറയുന്നത് അതായത് സെൽ പൊട്ടൻഷ്യൽ ബിക്കംസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ എന്നുള്ള ബേസിലേക്ക് മാറും. അപ്പൊ അങ്ങനെ ഒരു കണ്ടീഷനോടെ ഇതിനകത്ത് പറയുന്നു.
അങ്ങനെ മാറുകയാണെന്നുണ്ടെങ്കിൽ ഇത് മൊത്തത്തിൽ ഈ ടേമിനെ നമുക്ക് ചേഞ്ച് ചെയ്തെഴുതാം. ഡെൽറ്റ ആർ ജി 0 എന്നുള്ള ടേമിലേക്ക് എഴുതാം. ഈക്വൽ ടു മൈനസ് എൻ എഫ് ഇ 0 സെൽ എന്ന് എഴുതാം. മൈനസ് എൻ എഫ് ഈ സെല്ലിന് പകരം ഇ 0 സെൽ എന്ന് എഴുതാം. നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു, ഇതിനു മുമ്പ് പറഞ്ഞ ഭാഗം ഇ 0 സെൽ ഈക്വൽ ടു ആർ ടി ബൈ എൻ എഫ് എൽ എൻ കെ സി എന്നുള്ളൊരു ഇക്വേഷൻ നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു. അത് ഈ ഒരു സംഭവത്തിന് വേണ്ടി ആണ് എക്സ്ട്രാ ആയിട്ട് അത് പറഞ്ഞത്, അതോട് ഓർത്തിരിക്കും. അപ്പം ഡെൽറ്റ ആർ ജി 0 എന്ന് പറയുന്ന നേരത്ത് സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജി ഓഫ് ദി റിയാക്ഷൻ എന്ന് പറയും. എൻ എഫ് എന്നുള്ള എമൗണ്ട് ഓഫ് ചാർജ് ആണ്, അത് മാറ്റമില്ല. ഇതിനകത്ത് ഇവിടെ സെൽ പൊട്ടൻഷ്യലിന് പകരം ഇവിടെ സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യലാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ആവുന്നത് കറക്റ്റ്. ഇത് ടെസ്റ്റിൽ അതിന്റെ ലാസ്റ്റ് ഒരൊറ്റ ടൈമായിട്ട് ടെസ്റ്റിൽ പറഞ്ഞിട്ടുള്ളൂ. ഇത് എഴുതുന്നതും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പൊ ഇതിനകത്ത് മൈനസ് എൻ എഫ് അതേ കണക്ക് എഴുതി ഇൻറ്റു ഇ 0 സെല്ലിന് പകരമായിട്ട് അത് കൊടുക്കും. ആർ ടി ബൈ എൻ എഫ് എൽ എൻ കെ സി എന്നുള്ള കെ കൊടുത്താലും മതി. കെ എന്നുള്ളത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വിത്ത് റെസ്പെക്ട് ടു കോൺസെൻട്രേഷൻ ആണ് കെ സി കൊണ്ട് സൂചിപ്പിക്കുക. അപ്പൊ കെ എന്നുള്ള ബേസ് എടുക്കും. എന്നിട്ട് ഇവിടെ എൻ എഫും ക്യാൻസൽ ചെയ്തു. അപ്പോഴും മൈനസ് ആർ ടി എൽ എൻ കെ ഡെൽറ്റ ആർ ജി 0 ഈക്വൽ ടു മൈനസ് ആർ ടി എൽ എൻ കെ എന്നുള്ള ഒരു ബേസിലേക്ക് ഈ ഒരു സംഭവം മാറും. അപ്പൊ ഇതാണ് ഇലക്ട്രോകെമിക്കൽ സെൽ ആൻഡ് ഗിബ്സ് എനർജി ഓഫ് ദ റിയാക്ഷൻ എന്ന് പറയുന്ന ആ ഒരു റിലേഷന്റെ ഇക്വേഷൻ ആയിട്ട് പറയപ്പെടുന്നത്. ഇത് വെച്ച് പ്രോബ്ലം ചെയ്യാനായിട്ട് ഉണ്ട്. ഓക്കെ, അപ്പൊ അത്രയും നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയും ആയപ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ ഒരു ഭാഗം കംപ്ലീറ്റ് കഴിഞ്ഞു. ഇനി അടുത്ത പഠിക്കാനുള്ളത് പുതിയൊരു ഭാഗമാണ്. ഓക്കെ, ഇതിനകത്ത് അടുത്തൊരു ഭാഗമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് റെസിസ്റ്റൻസ് ആൻഡ് റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞ ടേം, രണ്ട് ടേമായിട്ടുള്ള സംഭവം. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് ഫിസിക്സിൽ. റെസിസ്റ്റൻസ് ഓഫ് എനി ഒബ്ജക്ട് വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ലെങ്ത് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞൊരു ടേം പഠിച്ചു. അപ്പൊ നമുക്കത് രണ്ടായിട്ട് എഴുതണമെങ്കിൽ ആർ പ്രൊപ്പോർഷൻ ടു എൽ എന്നും അതിനകത്ത് ആർ പ്രൊപ്പോർഷൻ ടു 1/a എന്ന് എഴുതും. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനകത്തുനിന്ന് ആർ പ്രൊപ്പോർഷൻ ടു L/a എന്ന് എഴുതാം. അപ്പൊ ഇത് പറയും ആറിന്റെ ആർ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എല്ലാവർക്കും അറിയായിരിക്കും, ഓം ആണ്. ഓമിന് നമ്മൾ ഈ ഒരു രീതിയിൽ സിമ്പിൾ കൊടുത്തും എഴുതാറുണ്ട്. ഓം എന്ന് പറയുന്ന യൂണിറ്റ്. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ റെസിസ്റ്റൻസ് നമ്മൾ പറഞ്ഞു, റെസിസ്റ്റൻസ് ഓഫ് എനി ഒബ്ജക്ട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ലെങ്ത് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞു. അതിനകത്ത് ആർ ഡയറക്ട്ലി അല്ലെങ്കിൽ പ്രൊപ്പോർഷണൽ ടു L/a എന്ന് എഴുതി. നമ്മൾ എപ്പോഴും പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈക്വൽ സൈൻ ആക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ ഇവിടെ നമ്മൾ പി എന്ന് വായിച്ചുള്ളതിൽ ഇതിനെ റോ എന്നാണ് പറയുന്നത്. റോ ഇൻറ്റു L/a എന്ന് എഴുതാം. R equal to rho, RHO, rho into L/a എന്ന് എഴുതാം. Where rho is called resistivity or specific resistance. Resistivity or specific resistance എന്ന് നമുക്ക് അതിനകത്ത് പറയാം. ഓക്കെ, ഇതിന്റെ യൂണിറ്റ് ആയിട്ട് പറയുന്നത് SI യൂണിറ്റ്. SI യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത് ഓം ആണ്. ഇവിടെ സ്പെസിഫിക് റെസിസ്റ്റൻസ് അല്ലെ റെസിസ്റ്റിവിറ്റിയുടെ ആവാൻ നേരത്ത് ഓം മീറ്റർ എന്ന് പറയാം. ഓം മീറ്റർ. അപ്പൊ ഇതിനകത്ത് തന്നെ കാൽക്കുലേഷന്റെ ബേസ് കൂടെ ഒരു ജസ്റ്റ് ഒരു ടേം ആയിട്ട് പറയുന്നു. 100 ഓം സെന്റിമീറ്റർ equal to 1
ഓം മീറ്റർ. അടുത്തത് 1 ഓം സെന്റിമീറ്റർ ഈക്വൽ ടു 0.01 ഓം മീറ്റർ എന്ന് പറയും. ഈ ഒരു വാല്യൂവിന്റെ വേരിയേഷൻ ഇതുകൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. 100 ഓം സെന്റിമീറ്റർ ആണ് യഥാർത്ഥത്തിൽ നമ്മൾ 1 ഓം മീറ്റർ എന്നുള്ളത് 100 ഓം സെന്റിമീറ്റർ ആണ്. അപ്പൊ തിരിച്ചാവുന്നിടത്ത് 1 ഓം സെന്റിമീറ്റർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ 0.01 ഓം മീറ്റർ എന്നുള്ള ബേസിലേക്ക് നമ്മൾ മാറ്റിയത്. അപ്പൊ അതുകൂടെ ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. ഇതാണ് നമ്മൾ റെസിസ്റ്റൻസ് ആൻഡ് റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞ ടേമായിട്ട് പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്ത ടേം നമുക്ക് പഠിക്കാം. അടുത്ത ടേം കണ്ടക്ടൻസ് ആൻഡ് കണ്ടക്ടിവിറ്റി. കണ്ടക്ടൻസ് ആൻഡ് കണ്ടക്ടിവിറ്റി. ഓക്കെ, ഇതിനകത്ത് നമ്മൾ കണ്ടക്ടൻസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ജി എന്ന് പറയുന്ന ടേം കൊണ്ട് സൂചിപ്പിക്കും. കണ്ടക്ടൻസിന്റെ ടേമായിട്ട് നമ്മൾ പറയുന്നത് ജി ആണ്. കണ്ടക്ടൻസ് ഈസ് ദി ഇൻവേഴ്സ് ഓഫ് റെസിസ്റ്റൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ജി ഈക്വൽ ടു 1/R എന്ന് എഴുതാം. ജിയെ നമുക്ക് 1/R. കണ്ടക്ടൻസ് എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പറയുന്നത് കറക്റ്റ് റെസിസ്റ്റൻസിന്റെ ഇൻവേഴ്സ് ആണ് കണ്ടക്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞു വെച്ചാണെങ്കിൽ നമുക്ക് 1 നേരത്തെ R ഈക്വൽ ടു റോ ഇൻറ്റു L/A എന്നാണ് എഴുതുക. റോ ഇൻറ്റു L/A നമ്മൾ ഇങ്ങനെ എഴുതും. അപ്പൊ ഇതിനകത്ത് നിന്ന് നമ്മൾ ഇതിന്റെ ഇൻവേഴ്സ് എന്നുള്ള അപ്പം തിരിച്ചിട്ട് എഴുതുന്നു. അപ്പോൾ A/ρL എന്ന് എഴുതാം. A/ρL. അപ്പൊ ഈ ഒരു ബേസ് വെച്ച് നമ്മൾ എഴുതി A/ρL എഴുതി. ഇതിനകത്തുനിന്ന് 1/ρ നമ്മൾ ഈ റോ എന്ന് പറയുന്നത് താഴെ വന്നു. അപ്പൊ അതിനകത്ത് 1/ρ എന്ന് പറയുന്നത് നമ്മൾ K പോലെ എഴുതുന്നതാണ്. ഇതിനെ കാപ്പ എന്ന് പറയുന്ന ടേം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഗ്രീക്ക് ലെറ്റർ കാപ്പ. അപ്പൊ ഇതിനകത്ത് നമുക്ക് എഴുതാം കാപ്പ ഇൻറ്റു A/L എന്ന് എഴുതാം. അപ്പം ജി ഈക്വൽ ടു കാപ്പ ഇൻറ്റു A/L. ഇനി ഇതിനകത്ത് തന്നെ കാപ്പ എന്ന് പറയുന്ന ഈ ടേമിനെയാണ് നമ്മൾ കണ്ടക്ടിവിറ്റി എന്ന് പറയും. കണ്ടക്ടിവിറ്റിയാണ് കാപ്പ. കണ്ടക്ടിവിറ്റി. ജി എന്ന് പറയുന്ന ടേമാണ് നമ്മൾ പറഞ്ഞ കണ്ടക്ടൻസ് എന്ന് പറയുന്നത്. കണ്ടക്ടൻസിന്റെ SI യൂണിറ്റ് ആയിട്ട് പറയപ്പെടുന്നത് സീമെൻസ് ആണ്. കണ്ടക്ടൻസിന്റെ യൂണിറ്റ് ആണ് സീമെൻസ്. ഓക്കെ, അതാണെങ്കിൽ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ ഇതിന്റെ മറ്റൊരു പേരാണ് സ്പെസിഫിക് കണ്ടക്ടൻസ് എന്ന് പറയും. സ്പെസിഫിക് കണ്ടക്ടൻസ്, കണ്ടക്ടിവിറ്റി ഓർ സ്പെസിഫിക് കണ്ടക്ടൻസ്. ഇതിന്റെ യൂണിറ്റ് സീമെൻസ് മീറ്റർ ഇൻവേഴ്സ്. അതും അല്ലെങ്കിൽ നമ്മൾ എന്തായിട്ട് പറയുന്നത് സീമെൻസ് സെന്റിമീറ്റർ ഇൻവേഴ്സും പറയാറുണ്ട്. അതുകൂടെ നിങ്ങളൊന്ന് അറിഞ്ഞു വെച്ചിരിക്കും. അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ കണ്ടക്ടൻസ് ആൻഡ് കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞ ടേം. ഓക്കെ,
ഓക്കെ, ഇനി ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ള അടുത്ത ഭാഗം എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് കണ്ടക്ടൻസ് ആണ്. അതായത് കണ്ടക്ടൻസിനെ രണ്ട് രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഇലക്ട്രോണിക് കണ്ടക്ടൻസ് എന്നും ഇലക്ട്രോലൈറ്റിക് അല്ലെങ്കിൽ അയോണിക് കണ്ടക്ടൻസ്. ഈ കണ്ടക്ടൻസ് എന്ന് പറയുന്ന പേയ്മെന്റ് ബേസ് ആയിട്ട് ടെസ്റ്റിൽ കുറെ ചെറിയൊരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അത് അത്രയും ഭയങ്കര ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, നിങ്ങളൊന്ന് ജസ്റ്റ് അറിയാവുന്ന കാര്യമാണ്. അതായത് വൈദ്യുതി കടത്തിവിടാൻ, അതായത് ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യാൻ കഴിയുന്നതിന്റെ ബേസ് വെച്ചുകൊണ്ട് നമ്മൾ സാധാരണയായിട്ട് നോർമലി അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത് പറഞ്ഞാൽ കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്, സെമി കണ്ടക്ടേഴ്സ് എന്നൊക്കെയാണ് പറയുന്നത്. അതിനകത്ത് സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു സംഭവം കൂടെ എക്സ്ട്രാ പറയുന്നുണ്ട്, അതുകൂടെ ഓർത്തിരിക്കുക. നമ്മൾ കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇലക്ട്രിസിറ്റിയെ നല്ല ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് കടത്തിവിടാൻ കഴിയുന്ന അല്ലെങ്കിൽ പാസ് ചെയ്യാൻ കഴിയുന്ന പദാർത്ഥങ്ങളാണ് നമ്മൾ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഏറ്റവും പെർഫെക്റ്റ് ഇലക്ട്രിസിറ്റിയുടെ കണ്ടക്ടറായിട്ട് അറിയപ്പെടുന്ന മെറ്റൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം, സിൽവർ ആണ്. സിൽവർ കോസ്റ്റ് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നില്ല, പകരം അതിന് മറ്റൊരു ഓപ്ഷൻ ആയിട്ടാണ് നമ്മൾ കോപ്പർ വയർ ഉപയോഗിച്ചാണ് സാധാരണ നമ്മൾ വയറിങ്ങിനും ബാക്കി എല്ലാ പർപ്പസിനും വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന് സിൽവറിന്റെ അത്രയും കണ്ടക്ടിവിറ്റി ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ഏകദേശം നല്ല പെർഫെക്ഷൻ ഉള്ളത് കൊണ്ടാണ് അത് ഉപയോഗിക്കുന്നത്. അത് കോസ്റ്റും വളരെ കുറവാണ് അതുമായിട്ട് കമ്പയർ ചെയ്യും. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ഇൻസുലേറ്റേഴ്സ്. നമ്മൾ ഗ്ലാസ്, റബ്ബർ, പ്ലാസ്റ്റിക് ഇതൊക്കെ സാധാരണ നമുക്ക് ഇൻസുലേറ്റേഴ്സ് ആയിട്ടാണ്. അത് വൈദ്യുതിയെ കടത്തി വിടാത്ത പദാർത്ഥങ്ങളാണ് ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇത് കൂടാതെ നമ്മൾ പറയുന്നതാണ് കറക്റ്റ് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ജെർമേനിയം, സിലിക്കൺ, ആഴ്സനിക് അങ്ങനെയുള്ള കുറെ സാധനങ്ങളുണ്ട്. നമ്മൾ മെറ്റലോയിഡ്സ് എന്നൊക്കെ പറയുന്ന ചില സാധനങ്ങളും അങ്ങനെയുള്ളവയൊക്കെ ഈ പറഞ്ഞ വിഭാഗത്തിലാണ് വരുന്നത്, സെമി കണ്ടക്ടേഴ്സ്. സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പകുതി മാത്രം, അതായത് പാർഷ്യലായിട്ട് ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യാൻ കഴിയുന്ന വസ്തുക്കളെയാണ് നമ്മൾ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. സാധാരണ കണ്ടക്ടേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്ന മിക്ക പദാർത്ഥങ്ങളും മെറ്റൽസും അല്ലെങ്കിൽ അവയുടെ അലോയ്സും ഒക്കെയാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന കണ്ടക്ടേഴ്സ്. അപ്പൊ ഇവയൊക്കെ തന്നെ ചില പ്രത്യേക സാഹചര്യങ്ങളും അത്ര ലോ ടെമ്പറേച്ചർ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് അത് കണ്ടക്ട് ചെയ്യും. അതായത് അതിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അത്രയ്ക്ക് കുറയും. അപ്പം റെസിസ്റ്റൻസ് എത്രത്തോളം കുറയുന്നോ അത്രത്തോളം കണ്ടക്ടൻസ് കൂടും എന്നുള്ളൊരു കണ്ടീഷൻ. അപ്പോഴേ വരുന്ന ഒരു കണ്ടീഷനാണ് യഥാർത്ഥത്തിൽ നമ്മൾ സൂപ്പർ കണ്ടക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അതും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക എന്നുള്ളതല്ല, അതിനുവേണ്ടി പറഞ്ഞു ടെസ്റ്റ് കൊടുത്തിരിക്കും. നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ള ഈ കണ്ടക്ടൻസിന്റെ ബേസ് ആണ് പഠിക്കാനുള്ളത്. ക്ലാസിഫിക്കേഷൻ ഓഫ് കണ്ടക്ടൻസ് എന്ന് പറയുന്നത് രണ്ട് ഭാഗമായിട്ട് ഇലക്ട്രോണിക് കണ്ടക്ടൻസും ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടൻസ് അല്ലെങ്കിൽ അയോണിക് കണ്ടക്ടൻസ് എന്ന് പറയുന്ന ഒരു ഭാഗം കൂടെ ഉണ്ട്. ഇതിൽ ഈ ഇലക്ട്രോണിക് കണ്ടക്ടൻസ് എന്ന് പറയുന്നത് നിങ്ങൾ ഫിസിക്സിൽ പഠിക്കുന്നതാണ്. അതായത് കണ്ടക്ടൻസ് ഓഫ് ഇലക്ട്രിസിറ്റി ത്രൂ മെറ്റൽസ് ഈസ് കാൾഡ് ഇലക്ട്രോണിക് കണ്ടക്ടൻസ് എന്നാണ് പറയുന്നത്. അതിനെ മെറ്റാലിക് കണ്ടക്ടൻസ് എന്നും പറയാറുണ്ട്. മെറ്റൽസ് വഴി കണ്ടക്ട് ചെയ്യപ്പെടുന്നതുകൊണ്ട് അതിനെ മെറ്റാലിക് കണ്ടക്ടൻസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് കണ്ടക്ടൻസ് എന്ന് പറയും. ഇലക്ട്രോണിക് കണ്ടക്ടൻസ് ഈസ് ഡ്യൂ ടു ഫ്രീ ഓഫ് അല്ലെങ്കിൽ ഫ്ലോ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയാം. എപ്പോഴും നോർമലി പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഫ്രീ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നതിന്റെ ഫലമായിട്ടുണ്ടാവുന്ന കണ്ടക്ടൻസ് ആണ് ഈ പറഞ്ഞ ഇലക്ട്രോണിക് അല്ലെങ്കിൽ മെറ്റാലിക് കണ്ടക്ടൻസ്. ഓക്കെ, ഇത് നമ്മൾ ജനറൽ ആയിട്ട് പറയുന്നത് ഈ ഒരു ഇലക്ട്രിസിറ്റിയെ കുറിച്ച് ഡയറക്റ്റ് ഇലക്ട്രോണിക്സിന്റെ ബേസ് വെച്ച് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് എന്നുള്ള ഒരു ഭാഗം തന്നെ നമ്മൾ ഫിസിക്സിന്റെ ഭാഗമായിട്ടാണ് പറയുന്നത്. അപ്പൊ ഇതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ നിങ്ങൾക്ക് പഠിക്കാനില്ല, പഠിക്കാനുള്ള ഇതിനെ കുറിച്ചാണ്. അതിന് മുമ്പായിട്ട് ഇതിനൊരു 3 ഫാക്ടേഴ്സ് ആണ് ഇതിനെ അഫക്ട് ചെയ്യുന്നത് ഈ ഇലക്ട്രോണിക് കണ്ടക്ടൻസിന്. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേച്ചർ ആൻഡ് സ്ട്രക്ചർ ഓഫ് ദി മെറ്റൽ എന്ന് പറയാം. നേച്ചർ ആൻഡ് സ്ട്രക്ചർ ഓഫ് ദി മെറ്റൽ അത് ഈ പറഞ്ഞ ഇലക്ട്രോണിക് കണ്ടക്ടൻസിനെ അഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്, നേച്ചർ ആൻഡ് സ്ട്രക്ചർ ഓഫ് ദി മെറ്റൽ. രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് പെർ ആറ്റം. അതായത് ഓരോ ആറ്റത്തിലും എത്രത്തോളം നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്, അതിന്റെ എണ്ണം കൂടുന്നതനുസരിച്ചാണ് ഇതിന്റെ ഒരു കപ്പാസിറ്റി പറയുന്നത്. ഓക്കെ, നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് പെർ ആറ്റം. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ എന്ന് പറയും. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടാണ് പറയുന്നത്. അതായത് ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ഇലക്ട്രോണിക് കണ്ടക്ടൻസിന്റെ വാല്യൂ കുറയും. ഓക്കെ, അപ്പൊ ടെമ്പറേച്ചർ ലോ ടെമ്പറേച്ചർ ഈസ് ഫേവറബിൾ ഫോർ ഇലക്ട്രോണിക് കണ്ടക്ടൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ അത്രയുമാണ് നമ്മൾ ഇലക്ട്രോണിക് കണ്ടക്ടൻസ് എന്നുള്ളൊരു ബേസ് വെച്ചുകൊണ്ട് പറഞ്ഞത്. ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോലൈറ്റിക് അല്ലെങ്കിൽ അയോണിക് കണ്ടക്ടൻസ് എന്ന് പറയാം. അപ്പം ഇതിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടക്ടൻസ് ഓഫ് ഇലക്ട്രിസിറ്റി ഡ്യൂ ടു ദി ഫ്ലോ ഓഫ് അയോൺസ് ഇൻ എ സൊല്യൂഷൻ എന്നാണ് പറഞ്ഞത്. അതായത് ഒരു അയോണിക് സൊല്യൂഷൻ, അതായത് മീൻസ് ഇലക്ട്രോലൈറ്റ്സിനകത്തുള്ള അയോൺസിന്റെ ഇൻവോൾവ്മെന്റ് മുഖേന ഉണ്ടാവുന്ന കണ്ടക്ടൻസ് ആണ്
ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടൻസ് ഓർ അയോണിക് കണ്ടക്ടൻസ് എന്ന് പറയും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ബേസ് വെച്ച് നമ്മൾ ഇതിനകത്തൊരു 5 ഫാക്ടേഴ്സ് പറയുന്നുണ്ട്. ആ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ നേച്ചർ ഓഫ് ദ ഇലക്ട്രോലൈറ്റ് ആഡ് എന്ന് പറയും. അതായത് ഇതിൽ ആഡ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ് ഏതാണോ അതനുസരിച്ചായിരിക്കും ഇതിന്റെ കണ്ടക്ടൻസ് പറയുന്നത്. എല്ലാ ഇലക്ട്രോലൈറ്റിനും ഒരേ കണക്കുള്ള കണ്ടക്ടൻസ് കാണത്തില്ല. അപ്പൊ ഫസ്റ്റ് പോയിന്റ് നേച്ചർ ഓഫ് ഇലക്ട്രോലൈറ്റ് ആഡ്. അടുത്ത പോയിന്റ് ആയിട്ട് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് സൈസ് ഓഫ് ദി അയോൺസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് ദെയർ സോൾവേഷൻ. അപ്പം എത്രത്തോളം അയോൺസ് അതിനകത്ത് നിന്ന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു അത് അത്രത്തോളം സോൾവേഷൻ, അതായത് ഡിസോൾവ് ചെയ്ത് നിൽക്കുന്നു ആ സൊല്യൂഷനിലേക്കുള്ള ആ ഒരു ഇൻവോൾവ്മെന്റ് ആണ് പറയുന്നത്. സൈസ് ഓഫ് ദി അയോൺസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് ദെയർ സോൾവേഷൻ എന്ന് പറഞ്ഞ രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് കൊടുത്തിരിക്കുന്ന നേച്ചർ ഓഫ് ദി സോൾവെന്റ് ആൻഡ് ഇറ്റ്സ് വിസ്കോസിറ്റി എന്ന് പറയാം. വിസ്കോസിറ്റി നിങ്ങൾ പഠിച്ചതാണ്. വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ടു ഫ്ലോ. അപ്പം ഒരു പദാർത്ഥത്തിന് ഒഴുകാനുള്ള റെസിസ്റ്റൻസ് ആണ് അതായത് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ എത്രത്തോളം വിസ്കോസിറ്റി കൂടിക്കഴിഞ്ഞാൽ അതിനകത്ത് ആ ഒഴുക്ക് കുറയും. അപ്പൊ സ്വാഭാവികമായിട്ടും ആ കണ്ടക്ടൻസ് എന്ന് പറയുന്നതിന്റെ വാല്യൂ അവിടെ കുറവായിരിക്കും. അപ്പൊ വിസ്കോസിറ്റി, നേച്ചർ ഓഫ് ദി സോൾവെന്റ് ആൻഡ് ഇറ്റ്സ് വിസ്കോസിറ്റി എന്ന് പറയാം. അപ്പൊ വിസ്കോസിറ്റി കുറഞ്ഞിരിക്കുന്നതായിരിക്കും അതിന് ബെറ്റർ ആയിട്ട് നമ്മൾ പറയാം. അതാണ് സോൾവെന്റിന്റെ നേച്ചർ. പിന്നെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് ദി ഇലക്ട്രോലൈറ്റ് എന്ന് പറയാം. ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷൻ. ഇലക്ട്രോലൈറ്റ് ഇപ്പം സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് നമ്മൾ കോൺസെൻട്രേഷൻ കൂട്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴത്തേക്ക് അയോൺസിന്റെ എണ്ണം അത്രയും കൂടുതലായിരിക്കും. നമ്മൾ ഡയലൂട്ട് സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ അയോൺസ് അതിന് വേണ്ടി കാണത്തുള്ളൂ, ബാക്കി അതിനകത്ത് വാട്ടറിന്റെ ഇൻവോൾവ്മെന്റ് ആയിരിക്കും. അപ്പോൾ എത്രത്തോളം അതിന്റെ കോൺസെൻട്രേഷൻ കൂടുന്നു അതും അതിന് ഫേവറബിൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നു. ഓക്കെ, ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന ടേം എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ തന്നെയാണ്. ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് വെച്ചാൽ ഇത് തിളപ്പിച്ചെടുക്കണമെന്നല്ല ഉദ്ദേശിക്കുന്നത്. ഒരു മിനിമം ടെമ്പറേച്ചറിനെക്കാട്ടിയും കുറച്ചുകൂടെ കൂടിയിരുന്നാൽ അത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കണ്ടക്ടൻസ് കൂടും. അപ്പൊ അതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ടെമ്പറേച്ചർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി എന്താണെന്ന് പറയാം ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടൻസ്. അപ്പൊ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടൻസ് അല്ലെങ്കിൽ അയോണിക് കണ്ടക്ടൻസ് കുറച്ചുകൂടെ കൂടും എന്നുള്ളൊരു ബേസ് കൂടെ ഇതിനകത്ത്